ഹേ ഓൾ, ഈ ഒരു കാറ് ആരൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ ഫസ്റ്റിൽ തന്നെ പറയാം. ഇതൊരു 1/18 സ്കെയിൽ വരുന്ന RC കാറാണ്. നിങ്ങളൊരു ബിഗിനറാണോ? ഇത് വാങ്ങിച്ചോ. നിങ്ങളൊരു 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുകയാണോ? നിങ്ങളത് വാങ്ങിച്ചോ. ഇനി അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചോ. ഒന്നാമത്തെ കാര്യം, ഇത് ഡ്രൈവ് ചെയ്യാൻ വളരെ ഫണ്ണാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നല്ല ക്വാളിറ്റിയിലാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇത് ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു റിമോട്ടിൻ്റെ ക്വാളിറ്റി എടുക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ എന്നാലും ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള ക്വാളിറ്റി അവരിതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ ബെസ്റ്റാണെന്ന് ഞാൻ പറയാൻ കാരണം, ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ഇതെല്ലാം ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് ബ്രേക്ക് ചെയ്ത് അവരുടെ തന്നെ ഒരു ലോങ് ടേം ഫണ്ടിനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 2AA ബാറ്ററീസ് ആണ് ഈ ഒരു റിമോട്ടിൽ വരുന്നത്. ഇനി നമുക്ക് റിയൽ കാറിലേക്ക് പോവാം. ഫസ്റ്റിൽ തന്നെ അതിൻ്റെ ഒരു ലുക്ക് ഒന്നും പറയാനില്ല, മാരക ലുക്കാണ്. ഒരു ജീപ്പ് ആൻഡ് ഒരു ബഗി ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബാറ്ററീൻ്റെ ഒരു ചാർജറും വന്നിട്ടുണ്ട്. നമുക്ക് ഏത് USB ചാർജർ യൂസ് ചെയ്തിട്ടും അത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. 4 സൈഡിലും സ്പ്രിംഗ് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ മാത്രമാണ് മോട്ടോർ കൊടുത്തിട്ടുള്ളത്, ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. 4 വീൽ ഡ്രൈവ് അല്ല, പക്ഷേ ആ ഒരു ഡിസൈനിലും ഈ ഒരു അഫോർഡബിൾ റേറ്റിലും 4 വീൽ നമുക്ക് എന്തായാലും കിട്ടില്ലല്ലോ. പിന്നെ ഇതിൻ്റെ പിൻവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ ബാറ്ററി ഇടാനൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററി ഇടാൻ. പിന്നെ പിന്നിലൊരു മോട്ടർ, മുന്നിലൊരു മോട്ടർ. ഈ 2 മോട്ടർ ആയാലും അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ആക്സിഡൻ്റൽ ഡാമേജസ് ഒന്നും വരുന്ന സമയത്ത് മോട്ടറിന് തകരാറുകളൊന്നും പറ്റില്ല. ഒരു ചെറിയൊരു സ്റ്റാർ സ്ക്രൂ ആണ് കൊടുത്തിട്ടുള്ളത് ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. ഉള്ളിൽ 2 3D ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രൈവറും ഒരു കോ പാസഞ്ചറും. ഇതാണ് ഇതിൻ്റെ സ്പ്രിങ് വരുന്നത്. ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഉള്ളൊരു സ്പ്രിങ് തന്നെയാണ്. നമ്മൾ സ്ലോയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വലിയൊരു ജമ്പ് ചാടുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു ആക്ഷൻ കാണാനൊരു രസമാണ്. പിന്നെ ഇനി എന്തായാലും നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് പിൻഭാഗത്ത് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ എല്ലാ ലിങ്കേജും വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പിന്നെ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മെറ്റൽ പാർട്സ് വരണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് എന്തായാലും ഇതിലെ ബാറ്ററി ഇട്ടിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതാണ് ബാക്ക് എന്നുള്ളൊരു വ്യൂ വരുന്നത്. ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്റ്റെപ്പിനി ടയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കാറിൻ്റെ ടയറിനേക്കാളും ചെറിയൊരു ടയറാണ് കൊടുത്തിട്ടുള്ളത്, എന്നാലും കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും ക്ലീൻ ആയിട്ട് ഇത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് നമുക്ക് സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ട്രിഗർ ഒരു പ്രൊപ്പോർഷണൽ അല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പം ആ ഒരു മോട്ടർ ഫുൾ ത്രോട്ടിൽ കൊടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്ത് വേണമെങ്കിൽ ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ സ്ലോ ആക്കിയിട്ടും ഇനി അതല്ല സ്പീഡാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഡ്രൈവ് ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു മാക്സിമം റിമോട്ടിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം. ഞാനിത് മുറ്റത്തൂടെ ഒന്ന് ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 അടിയോളം നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട്. അതിൽ കൂടുതൽ പോകുന്ന സമയത്ത് റിമോട്ടിൽ കണക്റ്റ് ആവാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ എന്തായാലും ഇതൊരു ചെറിയ RC കാർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളും പിന്നിൽ പോകുമല്ലോ. പിന്നെ ചെറിയ ഒബ്സ്റ്റക്കിൾസൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ തരണം ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് വീല് മാത്രമാണ് ഇതിന് മോട്ടർ ഉള്ളത്, എന്നാലും ഒബ്സ്റ്റക്കിൾസൊക്കെ വരുന്ന സമയത്ത് അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ബോയ്സിനൊക്കെ നമ്മളിത് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ കുറേ ഒബ്സ്റ്റക്കിൾസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയും അതേപോലെ തന്നെ അതിനെ ചാടിച്ചുമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇത് വളരെ ഫണ്ണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓരോ ഒബ്സ്റ്റക്കിൾ ചാടിക്കടക്കുമ്പോഴും ഇനി നമ്മൾ അത് തട്ടാതെ ടേൺ ചെയ്ത് പോകുന്ന സമയത്തും, അതായത് ഒരു റിയൽ കാറ് ഓടിക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ആ ഒരു കൺട്രോൾ നമ്മളെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്തും ഒരു ഫൺ എലമെൻ്റ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിപ്പം അത്രയും പൈസ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു RC കാറിൻ്റെ ഫൺ കിട്ടും എന്നുള്ളതൊന്നും ശരിയല്ല എന്ന് എനിക്കിത് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം ഇതേപോലെ തന്നെ വേറൊരു RC കാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വേറൊരാളുടെ കൂടെ നമുക്ക് ചെറിയ ട്രാക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ട്രാക്കിലൂടെ പോയിട്ടും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് വെച്ചിട്ട് അതിനെ മറികടന്നിട്ടൊക്കെ നമുക്ക് ഫണ്ണായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ടൈറ്റ് ടേണിംഗ് റേഡിയസ് തന്നെയാണ്. ഇനി നമ്മളൊരു സ്മൂത്ത് സർഫസിലൂടെ ആണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഫുൾ ടേൺ ചെയ്തിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡ്രിഫ്റ്റ് മോഷനൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് വളരെ സ്ലോ ആയിട്ട് നമ്മൾ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്തിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിനും
നമുക്ക് സുഖമായിട്ട് പറ്റും. ഇപ്പോൾ ഇത് തന്നെ ഞാൻ റിവേഴ്സിൽ പോവാണ്, ഫുൾ ഒരു സൈഡിലോട്ടാണ് സ്റ്റിയറിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേണിംഗ് റേഡിയസ് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി റിവേഴ്സ് കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് റേഡിയസ് കിട്ടുന്നത്, കാരണം ഇതൊരു ബാക്ക് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ. എന്തായാലും ഇതിൻ്റെ അകത്ത് ഓൾ ടുഗദർ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിത് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ, നിങ്ങളൊരു ബിഗിനറായിട്ട് ഒരു RC കാർ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിലും എന്തായാലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനെങ്കിലും ശ്രമിക്കാം, കാരണം അവരുടെ ഒരു ഹാപ്പിനെസ് അതെന്തായാലും വേർത്ത് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും.